144 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിൽ കുംഭമേള നടക്കുന്നത്. നമുക്കറിയാം, ഒരു 6 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഓരോ കുംഭമേളയും നടക്കുന്നത്. 12 വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേളയാവും. 144 വർഷം ചേരുമ്പോൾ മഹാകുംഭമേളയാവും. 144 വർഷങ്ങൾക്ക് ശേഷം മഹാകുംഭമേള നമ്മുടെ ഇന്ത്യയിൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് സ്നാനം ചെയ്യുകയാണ് കുംഭമേളയിലെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത്. സ്വർഗം ലഭിക്കാൻ വേണ്ടി കുംഭമേളയിൽ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാനദിയിലാണ് ഇവരെല്ലാം സ്നാനം ചെയ്യുന്നത്. ഗംഗാനദി വളരെയധികം പൊല്യൂട്ടഡായി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവിടെ നിന്നും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, അതായത് ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പോലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെടുത്തു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. തീർച്ചയായിട്ടും ഗംഗയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പോലും നമുക്കൊരു മാക്സിമം പോയിന്റ് ഉണ്ട് മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ. ആ ഒരു 175 മുകളിൽ 1200 1500 അളവുകളാണ് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കുംഭമേളയിൽ അമിതമായി ഈ ചെരുപ്പുകളും ഡ്രസ്സുകളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര മലിനമായിട്ടൊരു ഗംഗയുടെ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് കുംഭമേള എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഈ ഇത്രയും ലക്ഷം കണക്കിന് ആൾക്കാർ വന്ന് ഈ ഗംഗയെ മലിനമാക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു. അതെ, കുംഭമേള എന്ന് പറയുന്നത് വളരെ മഹത്വപൂർണമായി നമ്മുടെ ഇന്ത്യൻ ജനത തന്നെ കാണുന്ന ഒരു മഹോത്സവമാണ്. അവിടെ ചെന്ന് സ്നാനം ചെയ്ത് നമ്മുടെ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇത്രയും കോടി ജനങ്ങൾ പോവുകയാണെങ്കിൽ 40 കോടി ജനങ്ങളാണ് കുംഭമേളയിൽ സ്നാനം ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും അവിടെ നടക്കുന്ന ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കുംഭമേളയിൽ സ്നാനം ചെയ്തു പോകുന്ന ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരപ്പുറത്ത് ഒരു ടെൻറ്റിൽ തന്നെ ഭക്ഷണം വയ്ക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യർ ഇപ്പോഴും അവിടെയുണ്ട്. ഇപ്പോഴും ഉണ്ടെന്നല്ല, അതാണ് അവിടുത്തെ സാഹചര്യം. എല്ലാം അവിടെ തന്നെ. ഇപ്പം എന്തുണ്ടെങ്കിൽ പോലും ഗംഗയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന പല ആൾക്കാരെയും കണ്ടിട്ടൊരു കാര്യമാണ്, ഒരു സോപ്പ് ഉപയോഗിച്ച് തലയൊക്കെ കഴുകിയിട്ട് കുളിക്കുന്ന പോലെ തന്നെ സ്നാനം ചെയ്യാന്ന് പറയുന്നത് മുങ്ങി എഴുന്നേക്കാന്നൊരു പ്രകൃതമുള്ളൂ. അവിടെ നിന്ന് സോപ്പ് തേച്ച് കണ്ടീഷണറൊക്കെ തേച്ച് കുളിക്കാന്നൊരു രീതിയില്ല. പക്ഷെ ആൾക്കാർ പലരും അങ്ങനെ ചെയ്യുന്നതും അത് ചെയ്യുന്ന കണ്ടിട്ട് വേറെ ആൾക്കാർ അതിനെ എതിർക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ശബരിമലയിൽ തന്നെ പമ്പയാറില് ഇതേപോലെ മലിനമായിരുന്ന സമയത്ത് നല്ല കൃത്യമായിട്ട് അതിനെതിരെ നടപടി എടുക്കുന്നുണ്ടായിരുന്നു. വലിച്ചെറിയുന്ന ആൾക്കാർക്കെതിരെയും അല്ലെങ്കിൽ അതിന് CCTV ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിക്കുകയും ഗാർഡുകളെ വെച്ചിട്ടുമായിരുന്നു നമ്മൾ ആ ഒരു മാലിന്യം നിയന്ത്രിച്ചത്. പക്ഷേ ഗംഗയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പോയി ഓരോ ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തരം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഗംഗ എന്ന് പറയുന്നത്, ഗംഗയുടെ തീരങ്ങളാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പ്രസക്തം തന്നെയാണ്. ഗംഗയുടെ എല്ലാ ഭാഗത്തുനിന്നും കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഉപരിതലത്തിൽ നിന്ന് കൂടുതൽ കണ്ടെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പലപ്പോഴും തുണിയിൽ നിന്നുണ്ടാകുന്ന മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ ബാഗുകളിൽ നിന്ന്, അതേകൂട്ട് തന്നെ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നശിക്കാതെ ഗംഗയുടെ ഉപരിതലത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പോലും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ ഈ ഗംഗയുടെ ഉപരിതലത്തിൽ കാണാൻ കഴിയുന്നത്. പണ്ടൊരു കാലത്ത് ഈ ശവങ്ങളെയൊക്കെ ഗംഗയിലൂടെ ഒഴുക്കി വിടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് നമ്മുടെ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് ചെയ്തൊരു കാര്യമായിരുന്നു. ഗംഗയിലൂടെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ആത്മശാന്തി കിട്ടുമെന്ന്. ഗംഗയിലൂടെ ഒഴുകി നടക്കുന്ന ഈ ഒരു മൃതദേഹവും അല്ലെങ്കിൽ അഴുകി ആ ഗംഗയിലെ മലിനമാക്കുന്ന ഒരു രീതിയിലേക്ക് വന്ന് കൂടുതലായപ്പോഴാണ് അത് നിർത്തലാക്കിയത്. അതിനുശേഷമാണ് കൂടുതൽ അവിടെ തന്നെ കത്തിക്കാനുള്ള സ്ഥാനത്തിലേക്ക് അല്ല ഒഴുക്കി വിടുന്നത് കൃത്യമായി നിയന്ത്രിച്ചു. ഇനി അങ്ങനെ ഒഴുക്കി വിടുകയാണെങ്കിൽ അതിനെതിരെ കേസ് പോലെയുള്ള കാര്യങ്ങളായപ്പോഴാണ് ഗംഗയെ പിന്നെ ഒന്നും മലിനമാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഗംഗ ഇപ്പൊ കാണാൻ സാധിക്കില്ല. പക്ഷെ അതിന് പകരം ശവങ്ങൾക്ക് പകരം ഇപ്പൊ ഒഴുകി നടക്കുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് മാത്രം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകുന്നവര് ആ ഗംഗയെ അത്ര പവിത്രമായി കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതെ ഗംഗയെ അത്രയേറെ പവിത്രയുടെ നോക്കി കാണുക. അതായത് നമ്മൾ ഗംഗയെ ദേവതയായിട്ടാണ് കാണുന്നത്. പുരാണങ്ങളിൽ ശിവന്റെ തലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്നെല്ലാം നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. ഗംഗാദേവിയായിട്ടാണ് ഗംഗയെ ആരാധിക്കുന്നത്. അപ്പോൾ ആ ഗംഗാദേവിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നമ്മൾ പരമാവധി സൂക്ഷിക്കുക. കാരണം ഇതുകൂട്ടുള്ള സമ്പത്തുകൾ നമ്മുടെ പ്രകൃതിക്ക് തന്നെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ജീവജാലങ്ങൾ ഇന്നും നിലനിന്ന് പോകുന്നത്. അപ്പം ജീവജാലങ്ങൾക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ഗംഗയെ ഉപയോഗിക്കുക.